ഈ ഒരു പയ്യന് ആദ്യമായി ഒരു പെൺകുട്ടിയെ കണ്ടതും അവന് അവളോട് വല്ലാത്തൊരു സ്നേഹം തോന്നി. അവൾ ആംഗ്യഭാഷയിൽ സംസാരിക്കുന്നത് കണ്ട് അവൻ അവൾക്ക് ചെവി കേൾക്കില്ലെന്ന് കരുതി. അവൾ തിരിച്ചു പോയതിനു ശേഷം അവൻ ആ പൂളിലുള്ള പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെന്ന് ആ പെൺകുട്ടി ഏതാണെന്ന് ചോദിച്ചു. പൂളിലുള്ള പെൺകുട്ടി അത് അവളുടെ മൂത്ത ചേച്ചിയാണെന്ന് പറഞ്ഞു. ചേച്ചിയുടെ പേരെന്താണെന്ന് അവൻ ചോദിച്ചതും അവൾ അവനോട് നിനക്കെന്റെ ചേച്ചിയെ വളക്കണോ എന്ന് ചോദിച്ചു. നാണം വന്നവൻ യെസ് എന്ന് പറഞ്ഞതും ചേച്ചിയുടെ കാര്യം ഓർത്ത് സന്തോഷം വന്ന അനിയത്തി അവന് ചേച്ചിയുടെ പേര് പറഞ്ഞു കൊടുത്തു. അവൻ ചേച്ചിയുടെ ഫോൺ നമ്പർ കൂടി തരുമോ എന്ന് ചോദിച്ചെങ്കിലും നീ അവളോട് അത് നേരിട്ട് പോയി ചോദിക്കുക എന്ന് അവൾ പറഞ്ഞു. സന്തോഷമായ പയ്യൻ അവിടെ നിന്നും തിരിച്ചുപോയി ഒരു ഡെലിവറി ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കെ വഴിയിൽ വെച്ച് അവൻ ആ പെൺകുട്ടിയെ വീണ്ടും കണ്ടു. കാരണം അവളുടെ വണ്ടി കംപ്ലൈന്റ് ആയിട്ടുണ്ട്. അവസരം മുതലെടുത്ത് അവൻ പതി അവളുടെ അടുത്തേക്ക് ചെന്ന് ഞാൻ നിന്നെ സഹായിക്കട്ടെ എന്ന് ചോദിച്ചു. അവൾ സമ്മതം കൊടുത്തതും അവൻ ആ വണ്ടി ചെക്ക് ചെയ്ത് അത് നന്നാക്കാൻ ഏകദേശം 1 മണിക്കൂറെങ്കിലും വേണ്ടി വരുമെന്ന് പറഞ്ഞു. പക്ഷേ അവൾക്ക് കുറച്ച് തിരക്കുണ്ടെന്ന് മനസ്സിലാക്കി അവൻ ആ പെൺകുട്ടിയോട് നീ എന്റെ വണ്ടി എടുത്ത് പോയിക്കോ, നിന്റെ വണ്ടി ഞാൻ ശരിയാക്കി കൃത്യമായി എത്തിച്ചോളാം എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്നും അതും പറഞ്ഞ് ഫോൺ നമ്പർ വാങ്ങിച്ചു. അന്ന് രാത്രി അവൻ ആ പെൺകുട്ടിക്ക് ഒരുപാട് മെസ്സേജ് അയച്ചെങ്കിലും അതിനൊന്നും റിപ്ലൈ കിട്ടിയില്ല. പിറ്റേ ദിവസം രാവിലെ വണ്ടിയുടെ കാര്യം ഓർമ്മ വന്ന പെൺകുട്ടി ഫോണിൽ ആ പയ്യൻ അയച്ച ഒരുപാട് മെസ്സേജുകൾ കണ്ട് അവനോട് സോറി പറഞ്ഞ് ഞാൻ തലേ ദിവസം ഭയങ്കര ടയേർഡ് ആയിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് കിടന്നു എന്ന് പറഞ്ഞു. അവളുടെ മെസ്സേജ് കണ്ടതും ആ പയ്യന് വളരെ സന്തോഷമായി. വൈകുന്നേരം വണ്ടികൾ തമ്മിൽ തിരിച്ചു കൊടുക്കാൻ ഒരു സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്യാൻ അവർ തീരുമാനിച്ച് ആ പയ്യൻ സന്തോഷത്തോടെ ആ പെൺകുട്ടിയുടെ വണ്ടി മുഴുവൻ കഴുകി വൃത്തിയാക്കി. വണ്ടി വാങ്ങാൻ വന്ന പെൺകുട്ടി പുതിയതുപോലെ തന്റെ വണ്ടി തിളങ്ങുന്നത് കണ്ട് ആ പയ്യനോട് നന്ദി പറഞ്ഞ് അത് നന്നാക്കിയതിന്റെ പണം ഞാൻ തരാമെന്ന് പറഞ്ഞു. പക്ഷേ ആ പയ്യൻ അത് വേണ്ട എന്ന് പറഞ്ഞ് പകരം നമുക്ക് കൂട്ടുകാരായാലോ എന്ന് ചോദിച്ചു. അവന്റെ നാണം കണ്ട് ആ പെൺകുട്ടി സന്തോഷത്തോടെ അതിന് ഓക്കെ പറഞ്ഞു. ആ ദിവസം മുതൽ എല്ലാ ദിവസവും അവൻ ആ പെൺകുട്ടിയെ കാണാൻ ചെന്ന് അപരിചിതരായവർ അധികം വൈകാതെ വളരെ നല്ല കൂട്ടുകാരായി. ഈ സമയം മകന്റെ പെരുമാറ്റത്തിൽ പെട്ടെന്ന് വന്ന മാറ്റം അവന്റെ അച്ഛനും അമ്മയും ശ്രദ്ധിച്ചു. മകൻ ആരുടെയോ വലയിൽ വീണിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അന്ന് വൈകുന്നേരം അമ്മ അവനോട് കാര്യം ചോദിച്ചു. നാണത്തോടെ എനിക്ക് പുതിയൊരു കൂട്ട് കിട്ടിയെന്ന് പറഞ്ഞ് അവിടെ നിന്നും തിരിച്ചു പോയവൻ ഒരു ദിവസം അവളെ കൂട്ടി അവന്റെ പാരന്റ്സിനെ കാണാൻ വന്നു. അവളെ സന്തോഷത്തോടെ അകത്തേക്ക് വിളിച്ച് അവന്റെ അച്ഛനും അമ്മയും അവൾക്ക് ചെവി കേൾക്കില്ല എന്ന് മനസ്സിലാക്കി ഒരു ബുക്കിൽ പറയാനുള്ള കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അവന്റെ പാരന്റ്സിന്റെ സ്നേഹം കണ്ട് ആ പെൺകുട്ടിക്ക് വളരെ സന്തോഷമായി. പക്ഷേ തൊട്ടടുത്ത നിമിഷം ആ പെൺകുട്ടി സംസാരിക്കാൻ ആരംഭിച്ചു. ഇത് കേട്ട് ആ പയ്യനും അവന്റെ അച്ഛനും അമ്മയും ആകെ ഷോക്കായി. നിനക്ക് ചെവി കേൾക്കുമോ എന്ന് ആ പയ്യൻ ചോദിച്ചതും ആ പെൺകുട്ടി അവനോട് ഞാൻ നിനക്ക് ചെവി കേൾക്കില്ല എന്ന് കരുതി എന്ന് പറഞ്ഞു. കാരണം അവൾക്ക് ചെവി കേൾക്കില്ല എന്ന് കരുതി അവൻ ആദ്യം തന്നെ അവളോട് ആംഗ്യ ഭാഷയിൽ സംസാരിച്ചത് കാരണം അവന് ചെവി കേൾക്കില്ല എന്ന് കരുതിയാണ് അവളും അവനോട് സംസാരിക്കാതിരുന്നത്.